അറിഞ്ഞുകൂടായെങ്കിലും ആ മകളിൽ കൂടെ ഒരു മാതാപിതാവ് എങ്ങനെയായിരിക്കും എന്നെനിക്ക് മനസ്സിലായി. അതിനുശേഷം പ്രിയ ബിജി കോയമ്പത്തൂർ പ്രവർത്തനത്തിനായി വരുമ്പോൾ താൻ വിളിച്ചു പറഞ്ഞു, ആ മകനെ കണ്ടപ്പോൾ അതിലേറെ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ നേരിൽ പുള്ളിയെ കണ്ടിട്ടില്ല, പക്ഷേ ഈ മക്കളെ വളർത്തിയെടുത്ത ഒരപ്പൻ എങ്ങനെയുള്ളവനായിരിക്കുമെന്നുള്ളത് മക്കളിൽ കൂടെ മനസ്സിലായി. ഒടുവിലായി മോൻ അവിടെ പഠിക്കുവാൻ വന്നു. അവനെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. 3 മക്കൾ, ആ 3 പേരും ഇത്രയും താഴ്മയും എളിമയും ദൈവഭക്തിയുമുള്ളവരായി വളർത്തപ്പെട്ടത് എങ്ങനെ? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മഹാനായൊരു വ്യക്തിത്വമായിരുന്നു പ്രിയ ദൈവദാസൻ എം വി തോമസ്. ഞാൻ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയുന്നു, താൻ ഒരു എളിയവനാണ് തൻ്റെ രൂപത്തിൽ, പക്ഷേ 57 യെശയ്യാവിന്റെ 50 വായിക്കുന്ന പോലെ മഹാധീരനായ നീതിമാനും ഭക്തനും അതുപോലെ നേരായി നടക്കുന്നവനും എന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് മാത്രം പറയുവാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. കാരണം ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള എല്ലാ ശുശ്രൂഷക്കാരിലും സുവിശേഷന്മാരിലും അതീവ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. കാരണം ഇദ്ദേഹത്തിന് രാഷ്ട്രീയം അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതാണ്.